പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം നിലവിളിക്കുന്ന കാലം വരുമോ? ഇക്കാര്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ളൊരു കാലം വരുമെന്ന് തന്നെയാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. അതെപ്പോൾ എന്നതാണ് ചിന്തിക്കേണ്ട കാര്യം. സെഖറിയാവ് 12:10-14 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം വിലപിക്കുന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അതൊന്ന് വായിക്കാം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാതനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളതെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവനെക്കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ മെഗിദോ താഴ്വരയിലുള്ള ഹമത് റിമ്മോനിലെ വിലാപം പോലെ യെരൂശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, നാഥാൻ ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ലേവി ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശിമയി കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. ഇതാണ് ഈ വിലാപം ഉണ്ടാകുന്നതിനെക്കുറിച്ച് സെഖറിയാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ വചനമാണ് ജിഹാദികൾക്കുള്ള പ്രചോദനം. ഈ വചനപ്രകാരം ഇസ്രായേൽ നിലവിളിക്കുന്നത് ജിഹാദികളെ കൊണ്ടുള്ള ദ്രോഹം കൊണ്ട് മാത്രമാണ് എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. അവരുടെ ഭ്രാന്ത് പുസ്തകമായ ഖുറാനിൽ ഭ്രാന്തനായിരുന്ന മുഹമ്മദ് എഴുതിച്ചു വച്ചിരിക്കുന്ന പോലെ ലോകം മുഴുവനും ജിഹാദികൾ പിടിച്ചെടുക്കും എന്ന വിശ്വാസത്തിലാണ് ഇവർ ഇങ്ങനെയുള്ള വെളിവുകേടുകൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. ലോകത്തിൽ ആർക്കു വേണമെങ്കിലും എന്ത് ഭ്രാന്തും എഴുതിയുണ്ടാക്കാം. എന്നാൽ ഈ വക ഭ്രാന്തുകൾ വിശ്വസിക്കുന്നവർ അത് എഴുതിയവരേക്കാൾ പൈശാചികരാണ്. ഭ്രാന്ത് ഒരു പൈശാചിക ബാധയാണ്. ഭൂമിയിലുള്ള ഭൂരിഭാഗം പേരിലും സാത്താൻ്റെ ആത്മാവാണ് ഉള്ളത്. യഥാർത്ഥ ദൈവമക്കളിൽ പരിശുദ്ധാത്മാവാണ് ഉള്ളത്. സഭാപ്രസംഗി 9:3 മനുഷ്യരുടെ മനസ്സിൽ അവരുടെ ജീവകാലം മുഴുവൻ ഭ്രാന്തുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിക്കാം. എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരു തിന്മയത്രേ. മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. അതിൻ്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ബാക്കി വായിക്കാം. എന്നാൽ ഈ പൈശാചികതയുടെ തീവ്രത ഏത് തരത്തിലുള്ള പിശാചുകളാണ് അവരെ ബാധിച്ചിട്ടുള്ളത് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഭൂമിയിലും ആകാശത്തിലും പാതാളത്തിലും പിശാചിൻ്റെ ആത്മാക്കളുണ്ട്. ഭൂമിയിൽ അനവധി പിശാചുകളുണ്ട്. അതിൽ ഓരോന്ന് ഓരോ മനുഷ്യരെ അങ്ങ് ബാധിക്കുകയാണ്. അതിന് പിശാചിനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവകൽപ്പനകൾ ലംഘിക്കുന്നവരെ മേൽ പിശാച് കയറും. അതുതന്നെയല്ലേ ആദാമിൻ്റെയും അവയുടെയും കേസിലുണ്ടായത്. അവ പാപം ചെയ്തപ്പോൾ പിന്നെ പിശാചിനിക്ക് അകത്ത് കയറാനുള്ള അവകാശമായി. അപ്പം അങ്ങനെ പിശാച് കയറും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെയല്ല. പൂർണ്ണമായിട്ടുള്ള താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യരിൽ പ്രവേശിക്കുകയുള്ളൂ. അതാണ് അതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എല്ലാ മനുഷ്യരിലും പിശാചിൻ്റെ ആത്മാവ് കയറും. കാരണം ആദാം പാപം ചെയ്ത ഒറ്റ കാരണത്താൽ. അതിൻ്റെ ഫലമാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പിശാച് കയറുന്നത് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള സ്വഭാവമാണ് മനുഷ്യനെ ഉള്ളത് എന്നതിനെ അനുസരിച്ചുള്ള ഒരാത്മാവായിരിക്കും കയറിയിരിക്കുന്നത്. ഒരു സാധുവായിട്ടുള്ള മനുഷ്യൻ്റെ മേൽ ഒരു ഭയങ്കര ദുഷ്ട പിശാച് കയറില്ല. അത് കയറണമെങ്കിൽ അതനുസരിച്ചുള്ള സ്വഭാവം കൂടി ആ മനുഷ്യനുണ്ടായിരിക്കണം. പിന്നെ അടുത്ത വായിക്കാം. എന്നാൽ ഈ പൈശാചികതയുടെ തീവ്രത ഏത് തരത്തിലുള്ള പിശാചുക്കളാണ് അവരെ ബാധിച്ചിട്ടുള്ളത് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ജിഹാദി പൈശാചികതയുള്ളവർ അതിതീവ്രതയുള്ള പിശാചുക്കളാൽ ബാധിക്കപ്പെട്ടവരാണ്. അതായത് അവർ കഠിന ഭ്രാന്തുള്ളവരാണ് എന്നർത്ഥം. ഇസ്രായേലിന് അന്തിക്രിസ്തുവിൻ്റെ വരവിന് ശേഷം 3.5 വർഷം വരെ ജയമുണ്ടാകും. എന്നാൽ അന്തിക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ 3.5 വർഷങ്ങളിൽ ഇസ്രായേലിന് കഠിന പീഡയുണ്ടാകും. യിരെമ്യാവ് 30:7 മത്തായി 24:21 ഇക്കാര്യം എഴുതിയിരിക്കുന്നു. വേറെയും പല വചനങ്ങളുമുണ്ട്. ഇത് രണ്ടും ഒന്ന് വായിക്കാം. യിരെമ്യാവ് 30:7 ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. കഷ്ടം അത് യാക്കോബിന് കഷ്ടകാലം തന്നെയെങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. പിന്നെ മത്തായി 24:21 ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ഒന്നും ഉണ്ടാകും. അന്തിക്രിസ്തുവിൻ്റെ കാലത്തുണ്ടാകുന്ന കഷ്ടത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ പീഡകാലത്തും അവരുടെ സാങ്കേതിക മികവ് കൊണ്ടും ധൈര്യം കൊണ്ടും പിടിച്ചു നിൽക്കുമെങ്കിലും അന്ത്യസമയത്ത് ഭൂമിയിലെ സകല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ഹർമഗദോൻ താഴ്വരയിൽ യുദ്ധത്തിനായി വരുമ്പോൾ നിൽക്കക്കളിയില്ലാതെ അവർ യേശുക്രിസ്തുവിനോട് നിലവിളിക്കുമെന്ന് സെഖറിയാവ്
10:14 എഴുതിയിരിക്കുന്നു. സെഖര്യാവ് നമ്മളിത് വായിച്ചതാണ്. പിന്നെ വെളിപ്പാട് 16:16 നോക്കാം. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ഹർമഗദോൻ എന്ന് പറയുന്നത് മെഗിദോ താഴ്വരയാണ്. ഈ സമയത്ത് യേശുക്രിസ്തു വരികയും അവരെ രക്ഷിച്ച് അവരുടെ സകല ശത്രുക്കളെയും നശിപ്പിച്ചു കളയുമെന്ന് പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. സെഖര്യാവ് 14 അത് പറഞ്ഞിരിക്കുന്നു. തുടർന്ന് 1000 ആണ്ടുവാഴ്ചക്കാലത്തേക്ക് അവർ പ്രവേശിക്കുന്നു. ഇസ്രായേലിന് അവരെ രാജ്യം പൂർണ്ണമായി സ്ഥാപിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ പാർഷ്യലായിട്ടുള്ള രാജ്യസ്ഥാപനം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയല്ല, അബ്രഹാം വാഗ്ദാനം ചെയ്ത സകല രാജ്യങ്ങളും ഇസ്രായേലിന് തിരിച്ചു കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. ജിഹാദികൾക്ക് ഒരു രാജ്യവുമില്ല. റിവലേഷൻ ചാർട്ടിൽ കൂടിയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല. ജിഹാദികൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദിൻ്റെ ഒരു ഈസ ഉണ്ട്. ആ ഈസ വന്നിട്ട് കുരിശൊടിച്ചു കളയും. അത് കഴിഞ്ഞിട്ട് ഈ ലോകം മുഴുവൻ ജിഹാദി രാജ്യമാക്കുമെന്നാണ് അവൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അതാണ് ഈ പൊട്ടന്മാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിളിൽ അങ്ങനെ ഒരു സംഗതിയെ പറഞ്ഞിട്ടില്ല. ഇവർക്കൊരു രാജ്യവുമില്ല. പിന്നെ സെഖര്യാവ് 14 കാര്യങ്ങളൊന്ന് നോക്കാം. അതിൽ 1-ാം വാക്യം മുതൽ അവർ അവൻ്റെ നടുവിൽ വെച്ച് നിൻ്റെ കൊള്ള വായ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. അതാണ് മെഗിദ്ദോ താഴ്വരയിൽ നടക്കുന്ന കാര്യം. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്നും ഛേദിക്കപ്പെടുകയില്ല. അതായത് വലിയൊരു വിഭാഗത്തിന് അവിടെ ഒരു കഷ്ടമുണ്ടാകുന്നുണ്ട്. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധവ്യവസ്ഥയിൽ പുറത്തുപോലെ ആ ജാതികളോട് പൊരുതും. യഹോവ അല്ല, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇംഗ്ലീഷിൽ എന്താ എഴുതിയിരിക്കുന്നത്? ആൻഡ് ദെൻ ദ ലോഡ് ഗോ ഫോർത്ത് എന്ന് എഴുതിയിരിക്കുന്നത്. ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെയാണ് ലോഡ് എന്ന് പറയുന്നത്. ഇവിടെ തർജ്ജമ ചെയ്തപ്പോൾ യഹോവയായിപ്പോയി. അന്നാളിൽ അവൻ്റെക്കാൾ യെരൂശലേമിനെതിരെ കിഴക്ക് ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസ്സിയാവിൻ്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടി സകല വിശുദ്ധന്മാരും വരും. ലോഡ് എന്ന് തന്നെയാണ് അവിടെ പറയുക. യേശുക്രിസ്തു വരുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നത്, അല്ലാതെ യഹോവയല്ല. പിന്നെ അന്നാൾ വെളിച്ചമുണ്ടാകില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. അതിലും തെറ്റുണ്ട്. ആൻഡ് ഇറ്റ് ഷാൽ കം ടു പാസ് ഇൻ ദാറ്റ് ഡേ ദ ലൈറ്റ് ഷാൽ നോട്ട് ബി ക്ലിയർ നോട്ട് ഡാർക്ക്. ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകുന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ല രാത്രിയുമല്ല, സന്ധ്യാസമയത്ത് വെളിച്ചമാകും. അപ്പോൾ അത് ഒരു കൺഫ്യൂസിങ് ടൈം പോലെയാണ് അതിൽ കാണിക്കുന്നത്. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറ് കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. ഇത് 1000 ആണ്ട് വാഴ്ചയിലുണ്ടാകുന്ന കാര്യത്തെപ്പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. യഹോവ സർവ്വഭൂമിക്കും രാജാവും. യഹോവയല്ല, യേശുക്രിസ്തുവാണ്. അത് ലോഡെന്നാണ് ഇവിടെ ഇത് ഇംഗ്ലീഷും കൂടി നമ്മൾ വായിച്ചു നോക്കണം. യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും. യേശുക്രിസ്തുവാണ്. ഇതിനെപ്പറ്റിയാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. 12-ാം വാക്യം, യെരൂശലേമോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. ദൈവത്തിൻ്റെ ശിക്ഷയാണ് ഈ ചുറ്റുമുള്ള ജാതികൾക്കെതിരെ വരുന്നത്. ചുറ്റുമുള്ള ജാതികൾ എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണ് ഈ പറയുന്നത്. അതിലിപ്പോൾ ഇസ്രായേലിന് സൈഡ് നിൽക്കുന്നു എന്ന് പറയുന്നവരെല്ലാം ഉണ്ടെങ്കിലും അവരെല്ലാം ദുഷ്ടന്മാരാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജിഹാദി ആത്മാവാണുള്ളത്. അത് സമയത്ത് അവർ പുറത്ത് ഇത് എടുക്കും. ഇപ്പോൾ ഇസ്രായേലിനെ പേടിച്ചിട്ട് അവിടെ അവർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൂ. ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്നത്. പക്ഷേ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ അത് ദുഷ്ടത പുറത്തേക്ക് വരും. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒന്നു തന്നെയാണ്. ഒരേ ആത്മാവാണ് അവരിലുള്ളത്. അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അന്നാൾ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിലുണ്ടാകും. അവൻ ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരൻ്റെ കൈ പിടിക്കും. ഒരുവൻ്റെ കൈ മറ്റവൻ്റെ നേരെ പോകും. യഹൂദയും യെരൂശലേം വെച്ച് യുദ്ധം ചെയ്യും. ചുറ്റുമുള്ള സകല ജാതികളുടെയും ധനമായ പൊന്നും വെള്ളിയും വസ്ത്രവും അനവധിയായി ശേഖരിക്കപ്പെടും. അങ്ങനെ ഈ പാളയത്തിലുള്ള കുതിര, കോവർക്കഴുത, ഒട്ടകം കഴുത എന്നീ സകല മൃഗങ്ങൾക്കും ഒരു ബാധ പോലെയുള്ള ഒരു ബാധയുണ്ടാകും. എന്നാൽ യെരൂശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാര പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. ഇത് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് നടക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ അന്ത്യയുദ്ധ
ത്തിന് ശേഷം ഉണ്ടാകുന്ന കാര്യം. ജാതികൾക്ക് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അവർ നശിച്ചു പോകുന്നതാണ് പറയുന്നത്. ഇതിന് ഘടകവിരുദ്ധമായി ഒരു ഭ്രാന്തൻ ഖുർആൻ എന്ന് പറഞ്ഞ പുസ്തകം ഇതിൽ നിന്ന് കോപ്പി അടിച്ച് ഇങ്ങനെയുള്ള വിവരക്കേടുകൾ എഴുതി വെച്ചിട്ട് അത് വിശ്വസിക്കാൻ ഭൂലോകത്തിൽ 23% ദുഷ്ടന്മാരുണ്ടെന്നുള്ളത് കഷ്ടം തന്നെയാണ്. പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു പഠിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഇത്രയും ബോധമില്ലാത്തൊരു വർഗം. എന്നാൽ അതിൻ്റെ ഇടയിൽ തന്നെ ബോധമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടെ ജാമിദ ടീച്ചർ, ആരിഫ് ഹുസൈൻ, അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം തെറ്റാണെന്ന് മനസ്സിലാക്കിയ ആൾക്കാരാണ്. എന്നാൽ അവർക്കും രക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഇങ്ങനെയുള്ള പുസ്തകം വായിച്ചു കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ബൈബിളും അങ്ങനെ തന്നെയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അവരുടെ രക്ഷയും ഈ പുസ്തകവും കാരണം ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. എങ്കിലും അവരെ കൊണ്ടും ദൈവത്തിന് ചില കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യിക്കാനുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് അവർ ചെയ്യുന്ന പ്രവർത്തിക്ക് ദൈവത്തിൻ്റെതായുള്ള പ്രതിഫലം ദൈവം കൊടുക്കും. അത്രയേ ഉള്ളൂ.